ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ നീക്കം ചെയ്ത ഭാഗങ്ങൾ നാളെ പുറത്തുവിട്ടേക്കും. ഇത് സംബന്ധിച്ച വിവരാവകാശ കമ്മീഷണറുടെ ഉത്തരവ് നാളെ ഇറങ്ങും. സർക്കാർ വെട്ടിയ 49 മുതൽ 53 വരെയുള്ള ഭാഗങ്ങളാണ് പുറത്തുവിടുന്നത്. കൂടുതൽ വിവരങ്ങൾ നൽകാനായി ആർ അനന്തകൃഷ്ണൻ ചേരുന്നുണ്ട്. അനന്തനി, ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവന്നതിന് പിന്നാലെ തന്നെ സർക്കാർ വെട്ടിയ ഭാഗങ്ങളിൽ പ്രധാനപ്പെട്ട പലരുടെയും പേരുകൾ ഉണ്ടായേക്കുമെന്നുള്ള പല നിരീക്ഷണങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഈ ഭാഗങ്ങൾ പുറത്തുവരാനാണ് നാളെ സാധ്യതയുള്ളത്. എപ്പോഴായിരിക്കും ഈ ഉത്തരവ് പുറത്തുവരിക? നാളെ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നത് തന്നെ വിവരാവകാശ നിയമപ്രകാരമുള്ള ഒരു നീണ്ട പോരാട്ടത്തിന് ഒടുവിലാണ്. മാധ്യമപ്രവർത്തകരാണ് ആ പോരാട്ടത്തിന് നേതൃത്വം നൽകിയത്. അന്ന് വിവരാവകാശ കമ്മീഷൻ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിടാൻ ഉത്തരവ് ഇറക്കുമ്പോൾ അതിൽ ഈ വ്യക്തിപരമായ കാര്യങ്ങൾ ഒഴിവാക്കണം എന്നുള്ളൊരു നിർദ്ദേശം വെച്ചിരുന്നു. ഈ ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിലാണ് സർക്കാർ 49 മുതൽ 53 വരെയുള്ള പേജുകൾ ഡിലീറ്റ് ചെയ്തുകൊണ്ട് ശേഷിക്കുന്ന ഭാഗമാണ് മാധ്യമപ്രവർത്തകർക്ക് അന്ന് നൽകിയത്. അതിലെ വിശദാംശങ്ങളാണ് ഇതുവരെ പുറത്തു വരികയും ചെയ്തത്. അപ്പോൾ മാധ്യമപ്രവർത്തകർ ആ പേജ് ഡിലീറ്റ് ചെയ്തതിനെതിരെ വിവരാവകാശ കമ്മീഷൻ വീണ്ടും വിവരാവകാശ നിയമപ്രകാരമുള്ള അപ്പീൽ നൽകുകയും അതിൽ വിവരാവകാശ കമ്മീഷണർ ഹിയറിംഗ് നടത്തുകയും ചെയ്തിരുന്നു. ആ ഹിയറിംഗിൽ മാധ്യമപ്രവർത്തകർ ആവശ്യപ്പെട്ടത് ഈ പേജുകൾ ഡിലീറ്റ് ചെയ്ത ഭാഗം കൂടി പുറത്തു വരേണ്ടതുണ്ട്. മാത്രമല്ല, ഡിലീറ്റ് ചെയ്യുന്നു എന്ന് സർക്കാർ അറിയിച്ച ഒരു പട്ടിക, ആ പട്ടികയിൽ തന്നെ ചില ആശയക്കുഴപ്പങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അതിന് മറുപടിയായി സർക്കാർ പറഞ്ഞത് ഈ വ്യക്തിപരമായ കാര്യങ്ങൾ ഉള്ളതുകൊണ്ടാണ് ആ പേജുകൾ പുറത്തുവിടാത്തത്. മാത്രമല്ല, പട്ടിക തയ്യാറാക്കുമ്പോൾ പിശക് പറ്റി എന്നും സർക്കാർ ഈ ഹിയറിംഗിൽ വ്യക്തമാക്കുകയും ചെയ്തു. ഏതായാലും ഈ ഹിയറിംഗിന് ശേഷം ഇപ്പോൾ വിവരാവകാശ കമ്മീഷന്റെ നിന്ന് നമുക്ക് വ്യക്തമാകുന്നത് നാളെ ഇത് സംബന്ധിച്ച് ഒരു ഉത്തരവ് പുറത്തിറങ്ങും. ഒരുപക്ഷെ ഈ സർക്കാർ ഡിലീറ്റ് ചെയ്ത 49 മുതൽ 53 വരെയുള്ള പേജുകൾ അത് ഈ അപ്പീൽ നൽകിയ മാധ്യമപ്രവർത്തകർക്ക് കൈമാറാനുള്ള ഒരു തീരുമാനത്തിലേക്ക് വിവരാവകാശ കമ്മീഷൻ എത്തുന്നു എന്നുള്ളതാണ്. അങ്ങനെയെങ്കിൽ മറച്ചുവെച്ച ഭാഗം കൂടി വിവരാവകാശ കമ്മീഷന്റെ നിർദ്ദേശപ്രകാരം അല്ലെങ്കിൽ ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ സർക്കാർ മറച്ചുവെച്ച ആ ഭാഗങ്ങൾ കൂടി ഹേമ കമ്മിറ്റിയുടെ റിപ്പോർട്ടിന്റെ പുറത്തു വരാൻ പോകുന്നു. തീർച്ചയായും ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ സർക്കാർ വെട്ടിയ സുപ്രധാന ഭാഗങ്ങൾ നാളെ പുറത്തുവിട്ടേക്കും. ആർ അനന്തകൃഷ്ണനാണ് വിവരങ്ങൾ നൽകിക്കൊണ്ട്